But describe the structure features of a bacteria. Category bacteria according to their shape. Okay. അപ്പം bacteria does not have a membrane bound nucleus. Bacteria does not have a membrane. നീ ആരോടാടി പറയണത്? എന്റെ പാവയോട്. തന്നെ എന്ന് വർത്താനം പറയാ. തന്നെ അല്ല, അവളെല്ലാം ശ്രദ്ധിക്കണുണ്ടല്ലേ. Most bacteria have a cell wall made up of a substance called peptidoglycan. എന്താണ്? ഈ പഠിക്കുന്ന സമയത്ത് എന്തിനാണ് ഇതൊക്കെ എടുത്തു വെച്ചേക്കണേ? ഇവള് പഠിക്കും. വീട്ടിൽ വന്നോ? എന്തായി പോയ കാര്യം? ഒന്നും പറയണ്ട തങ്കം. സമയദോഷം എന്നല്ല എന്ത് പറയാൻ. എന്തേ? വണ്ടിയുടെ ഫ്രണ്ടും ഇതെല്ലാം പോയി. വണ്ടി പണിക്ക് ഏതാണ്ട് എല്ലാം കൂടെ ഒരു 20-22 രൂപയാവും. പിന്നെ മറ്റേ പോസ്റ്റലെല്ലാം ഇടിച്ചത് ഇലക്ട്രിസിറ്റിക്കാരുടെ. അതിപ്പോൾ അവിടെ എല്ലാം കൂടെ അതിനൊരു പൈസയാവും. പോസ്റ്റിൻ്റെ പൈസ എല്ലാം കൂടെ 10-30,000 രൂപ നമ്മൾ കൊടുക്കണം. നമ്മളോ? പിന്നെ അല്ലാണ്ട് അതിന് ഇൻഷുറൻസ് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ലേ ഉള്ളൂ. അത് എൻ്റെ അടുത്ത് നടരാജൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞാ വിളിച്ചേ? ആ ഫാൻ ഇളകി തലയിൽ വീണു. എന്നിട്ടോ തല പൊട്ടിയോ? 3-4 സ്റ്റിച്ച് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് എന്തൊരു നാശാന്ന് ഞാൻ ഇന്ന് നോക്ക്. ഇന്ന് ഇവിടെ എല്ലാം കൂടി ചത്തുകൊണ്ടായിരുന്നു. ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ട് കാര്യം മറന്നുപോയിന്നേ. തിരിച്ചു വന്നപ്പോൾ ഇവിടെ മുഴുവൻ ഗ്യാസിന്റെ മണം. ഓടിപ്പോയി നോക്കിയപ്പോൾ ഗ്യാസ് തുറന്നു കിടക്കണം. പിന്നെ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഫാനൊക്കെ ഇട്ട് വാതിലൊക്കെ തുറന്നിട്ട് പേടിച്ചു പോയി ഞാൻ. ഈ പെങ്കൊച്ചെങ്ങാനും വന്ന് അറിയാതെ വല്ലതും കത്തിച്ചായിരുന്നെങ്കിലത്തെ അവസ്ഥ. ഇതെന്താ വിളിച്ചു ഇങ്ങനെ? ക്ലീറ്റോ, ഈ സാധനം ഇവിടെ വന്നേ പിന്നെ ഈ പ്രശ്നം മുഴുവൻ അല്ലേ? അതെ. ആർക്കി നീ എന്താ സാറേ? ആ എടുക്കാന്നോ? ആ ആ എന്നാ കുഴപ്പമില്ലടാ, കൊടുക്ക്. ഇനി അതിൻ്റെ വില വേശാനും നിൽക്കല്ലേ. ആ എടുത്തോട്ടെ. ആ കൊടുക്കാന്ന് പറയും. ഓ ശരി. കളഞ്ഞു ഞാനത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം സമാധാനം കളിയാ. ആയിക്കോട്ടെ. ആ നാളെ ബാക്കി സംസാരിക്കാം കേട്ടാ. അമ്മാന്ന് വിളിക്കണ്ട. സാധനം അത്ര തങ്കം. അതെ, അൻസാറാ വിളിച്ചത്. മറ്റേ വണ്ടി ആ പണിയായിട്ടങ്ങനെ വർക്ക്ഷോപ്പിലെ മേസ്തിരി എന്നെ പണിഞ്ഞിട്ട് എടുത്തോളാന്ന്. അയാൾക്ക് വേണോ? ആ വലിയൊരു തലവേദന. നോക്ക്, ആ സാധനം എറിഞ്ഞു കളഞ്ഞത് നല്ല കാര്യം നടന്നോ? നീ എറിഞ്ഞു കളഞ്ഞോ? അത് പിന്നല്ലാതെ. അത് ഞാൻ ആ പറമ്പിലോട്ട് എറിഞ്ഞു കളഞ്ഞു. അത് തന്നെ. അത് ഇനിയും വെച്ചോണ്ടിരുന്നാണെന്നെങ്കിലും ഉണ്ടല്ലോ, ആരെങ്കിലും കൊന്നിട്ടേ പോവുള്ളായിരുന്നു. പിന്നെ ഉറപ്പല്ലേ? ഇരുന്ന് പഠിക്കടി. എവിടെന്നെങ്കിലും പോയി എന്തെങ്കിലും സാധനം തോണ്ടി പിടിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അത് പിന്നെ നമ്മൾ അറിയണില്ലല്ലോ തങ്കം, ഇതിപ്പോ ഇത് ഇങ്ങനെയൊക്കെ ആവുന്നു. അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ക്ലീറ്റോ? എന്തെങ്കിലും വന്നു പോയായിരുന്നെങ്കിലോ ആരോട് പറയും? തങ്കം, എനിക്ക് ഇച്ചിരി സമാധാനമായി. ഒരു ചായ എടുത്തേടി. ഓ എൻ്റെ കർത്താവേ, ഞാൻ ആ വണ്ടി എന്ത് ചെയ്യുന്നുള്ള ആലോചനയായിരുന്നു. നീ പഠിക്കണ്ടോ? അടച്ചു വെച്ചോ. നീ പഠിക്കണ്ടെന്ന്.